19 അധ്യായം 18 വാക്യം. 1 രാജാക്കന്മാരുടെ പുസ്തകം 19 അധ്യായം അതിൻ്റെ 18 വാക്യം. എന്നാൽ ബാലിന് ആമേ മുട്ടും മടക്കാത്ത, മുഴങ്കാൽ മടക്കാത്ത, ആമേ സ്വന്തം വായിച്ച വാക്യം. എന്നാൽ ബാലിന് മുട്ടുമടക്കാത്ത മുഴങ്കാലും അവന് ചുംബനം ചെയ്യാത്ത വായുള്ളവരായി ആകെ 7000 പേരെ ഞാൻ ഇസ്രായേലിൽ ശേഷിപ്പിച്ചിരിക്കുന്നു. ഈ പശ്ചാത്തലം ഈ വചനം വായിച്ചവർക്ക് അല്ലെങ്കിൽ ആ നാളുകളോളമായിട്ട് ദൈവ സന്നിധിയിലായിരിക്കുന്ന എല്ലാവർക്കും തന്നെ സുപരിചിതമായ ഒരു വാക്യമാണ്. ഇത് യഹോവയായ ദൈവം ഏലിയാവെന്ന് പറയുന്ന ശക്തനായൊരു പ്രവാചകനോട് പറയുന്ന ഒരു ദൂത, ശക്തനായ പ്രവാചകനോട് ആമേ പറയുന്നൊരു ദൂതാണ്. കാരണം താന് ദൈവത്തിന് വേണ്ടി അധികം ശുഷ്കാന്തിച്ചിരിക്കുന്നു, യഹോവയ്ക്ക് വേണ്ടി കൂടുതൽ താൻ പ്രവർത്തിച്ചിരിക്കുന്നു എന്നൊക്കെയും ദൈവത്തിന് മുമ്പാകെ താൻ പറയുകയാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പറയുന്നത്, ഞങ്ങൾ അപ്രയോജന ഭൃത്യന്മാരെത്രേ, ചെയ്യേണ്ടത് ഞങ്ങൾ ചെയ്ത് നമ്മളെ സംബന്ധിച്ച് ചെയ്യേണ്ടത് പോലും എന്ത് ചെയ്തിട്ടില്ല. ആമേൻ, സ്തോത്രം. എന്നാൽ ഏലിയാവ് അന്ന് തൻ്റെ ഭാഗം ന്യായീകരിക്കുകയാണ്. ആമേ, ബാക്കിയുള്ള ആളുകളെല്ലാം ബാലിനെ സേവിക്കുന്നവരും പലരും തെറ്റിപ്പോകുന്നവരും അല്ലെങ്കിൽ ആ മാർഗങ്ങളിലൂടെ സഞ്ചരിക്കുന്നവരുമാണ്. എന്നാൽ ഞാൻ ഒരുത്തൻ മാത്രം, അതായത് ഇസ്സപ്പേൽ പലരെയും കളയുന്നു, അവൻ്റെ നാമനിമിത്തം ഞാൻ ശുഷ്കാന്തിയോടെ പ്രവർത്തിച്ചത് നിമിത്തം എനിക്കും ജീവഹാനി വരുത്തുവാൻ അവർ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് താൻ ഒരു ചൂരച്ചെടിയുടെ തണലിൽ അല്ലെങ്കിൽ താൻ ആ സ്ഥലം വിട്ട് മറ്റൊരു ഭാഗത്തേക്ക് ഓടിപ്പോയപ്പോൾ സ്വർഗത്തിലെ ദൈവം അവനെ അന്വേഷിച്ച് കണ്ടെത്തിയിട്ട് അവനോട് പറയുന്ന ഒരു ആലോചനയാണ്, ഏലിയാവേ, നിന്റെ തെറ്റിദ്ധാരണയാണ്, നീ കർത്താവിന് വേണ്ടി അല്ലെങ്കിൽ യഹോവയ്ക്ക് വേണ്ടി അധികം ശുഷ്കാന്തിച്ചു എന്ന് നീ പറയരുത്. ആമേൻ. അങ്ങനെ പറയാൻ നിനക്ക് വ്യവസ്ഥയില്ല. നീ ഒരുത്തൻ ഭയപ്പെട്ട് പേടിച്ചു മാറുന്നു എന്ന് കരുതിക്കൊണ്ട് ദൈവത്തിന്റെ പ്രവൃത്തികളൊന്നും ഒരു കാലത്ത് നിന്നു പോകത്തില്ല. നിന്നേക്കാൾ ശക്തനായ ചിലതിനെ ഞാൻ അപ്പുറം ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് പരിശുദ്ധ ദൈവം അവനോട് അറിയിക്കുന്ന ചില ആലോചനകളാണ് ഇന്ന് രാത്രികാലം നാം ഇവിടെ വായിച്ചു കേൾക്കുന്നത്. ഒരുത്തൻ മാറിപ്പോയാൽ അവൻ 100 എണ്ണത്തിന് ദൈവം എന്ത് ചെയ്യും? എഴുന്നേൽപ്പിക്കും. പ്രിയമക്കളെ, എഴുന്നേൽപ്പിക്കും. ഈ കാലഘട്ടത്തിൽ നമ്മൾ ദൈവത്തിന് കൊടുക്കുന്ന ആരാധനകൾ, നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥനകൾ, സമയങ്ങൾ, നമ്മുടെ നന്മകൾ, ഇതൊന്നും നമ്മൾ ദൈവത്തിന് കൊടുക്കുന്ന ഔദാര്യമൊന്നുമല്ല. അങ്ങനെ ആരും ചിന്തിച്ചു പോകരുത്, ഞാനിപ്പോൾ ആരാധനയ്ക്ക് വരുന്നില്ല, ഞാൻ പ്രാർത്ഥനയ്ക്ക് പോകുന്നില്ല, എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ പലരും ചോദിക്കുന്നു. ഞാൻ വരുന്നില്ലെന്ന്, ഞാൻ ദൈവത്തെ ആരാധിക്കുന്നില്ലെന്നേ എന്നൊക്കെ പറയുന്ന ചിലരൊക്കെ ഉണ്ട്. അവരുടെ ആത്മീക പാപ്പരത്വമെന്നേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. സ്തോത്രം. നീ അങ്ങോട്ട് കൊടുക്കുന്നതൊന്നും ദൈവത്തിന് ഔദാര്യമൊന്നുമല്ല. നീ ദൈവത്തെ ആരാധിച്ചാൽ നിനക്ക് ഗുണമാണ്. ദൈവത്തെ ആരാധിച്ച് നീ ദൈവത്തെ പ്രസാദിപ്പിച്ച് വിശുദ്ധിയിലും വേർപാടിലും ജീവിതം നയിച്ചാൽ അർഹതയില്ലാത്തൊരു സ്ഥാനത്ത് ദൈവം നിന്നെ കൊണ്ടുചെന്ന് എത്തിക്കും. അതുകൊണ്ട് ഞാൻ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ദൈവം ആർക്കും അല്ല പ്രിയ മക്കളെ. ഇത് 100 വട്ടം സ്വതം ദൈവഭൃത്യന്മാർ നമ്മളെ പറഞ്ഞു കേൾപ്പിക്കുന്ന ഒരു കാര്യമാണ്. ദൈവം ആർക്ക് കടക്കാരനല്ല. നീ അങ്ങോട്ട് ചെയ്തിട്ട് അയ്യോ ദൈവസന്നിധിയിൽ കടമായി എന്ന് പറയുന്നൊരു ദൈവമല്ല. സ്തോത്രം. നീ ചെയ്യുന്നതിൻ്റെ നിനക്ക് ബുദ്ധിയിൽ ചിന്തിച്ചാൽ എത്താത്ത വിധത്തിൽ പ്രവൃത്തി ചെയ്ത് നിന്നെ തൃപ്തിപ്പെടുത്തുവാൻ കഴിവുള്ള ഒരു ജീവനുള്ള ദൈവത്തെയാണ് ഞാനും നിങ്ങളും ആരാധിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിന് വേണ്ടി വല്ലതും പ്രയോജനപ്പെട്ടെന്ന് ആരും പറഞ്ഞേക്കരുത്. ഇവിടെ ഇവൻ പറയുന്നത്, ഞാൻ യഹോവയ്ക്ക് വേണ്ടി ഒത്തിരി ശുഷ്കാന്തിച്ചിരിക്കുന്നു. ഭയങ്കര കാര്യം ചെയ്തെന്ന് പറയുന്നത്. നമ്മെ സ്തോത്രം. ഒന്ന് വായിക്കാം നമുക്ക്. 14 വാക്യം മുതൽ ഒന്ന് വായിച്ചേ. അതിന് അവൻ, സൈന്യങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് വേണ്ടി ഞാൻ വളരെ ശുഷ്കാന്തിച്ചിരിക്കുന്നു. ഇസ്രായേൽ മക്കൾ നിന്റെ നിയമത്തെ ഉപേക്ഷിച്ച് നിന്റെ യാഗപീഠങ്ങൾ ഇടിച്ച് നിന്റെ പ്രവാചകന്മാരെ വാൾ കൊണ്ട് കൊന്നുകളഞ്ഞു. ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു, എനിക്കും അവർ ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു എന്ന് പറഞ്ഞു. യഹോവ അവനോട് അരുളി ചെയ്തതെന്നാൽ, നീ പുറപ്പെട്ട് ദമേശക്കിന്റെ മരുഭൂമി വഴിയായി മടങ്ങിപ്പോകാം. നീ എത്തുമ്പോൾ ഹസായേലിനെ അരാമിന് രാജാവായിട്ട് അഭിഷേകം ചെയ്യുക. ബുദ്ധിയെ പരിശുദ്ധ ദൈവം ഒന്ന് തുറക്കുകയാണ്. നീ ഇവിടെ നിന്ന് എന്ത് ചെയ്യുക? പുറപ്പെട്ടിട്ട് നീ ദമേശക്കിൽ എത്തുമ്പോൾ അവിടെ സ്വന്തം ഹസായേലിന് എന്ത് ചെയ്യണം? അഭിഷേകം ചെയ്യണം. രാജാവായിട്ട് എന്ത് ചെയ്യണം?
അഭിഷേകം ചെയ്യണം. അടുത്തത്, നിംശിയുടെ മകനായ യേഹുവിനെ ഇസ്രായേലിന്റെ രാജാവായിട്ട് അഭിഷേകം ചെയ്യണം. നിംശിയുടെ മകനായിരിക്കുന്ന യേഹൂവിനെ ഇസ്രായേലിന് രാജാവായിട്ട് എന്ത് ചെയ്യണം? അഭിഷേകം ചെയ്യണം. അടുത്തത്, ആബേൽ മെഹോലയിൽ നിന്നുള്ള സാഫാത്തിന്റെ മകനായ എലീശായെ നിനക്ക് പകരം പ്രവാചകനായിട്ട് അഭിഷേകം ചെയ്യുകയും ആ വാക്കൊന്ന് ശ്രദ്ധിച്ചോ. ആമേൻ, സ്തോത്രം. സാഫാത്തിന്റെ മകനായിരിക്കുന്ന എലീശയെ നിനക്ക് പകരമായിട്ട്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നീ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു, ഞാൻ യഹോവയ്ക്ക് വേണ്ടി ഒത്തിരി ശുഷ്കാന്തിച്ചിരിക്കുന്നു എന്നൊക്കെ പറയുന്ന ഏലിയാവിനെ നോക്കിക്കൊണ്ട് യഹോവയായ ദൈവം പറഞ്ഞു, എന്റെ ഏലിയാവേ, സ്വതം നീ മാറിപ്പോയാൽ നിന്റെ 10 ഇരട്ടി ബലവും ശക്തിയുമുള്ള ധൈര്യവുമുള്ള ചിലതിനെ ഞാൻ മാറ്റി നിർത്തിയിട്ടാണ് നിന്നെ ഒരുക്കി വെച്ചിരിക്കുന്നതെന്ന് പരിശുദ്ധാത്മാവ് ഇവിടെ വിളിച്ചു കാണിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമക്കളെ, ഇവിടെ ഒരുത്തൻ വീണാൽ, അല്ലെങ്കിൽ ഇവിടെ ഒരുത്തനെ വീഴ്ത്തിയാൽ 1000 പേരെ, 10,000 പേരെ, ലക്ഷങ്ങളെ എഴുന്നേൽപ്പിക്കാൻ കഴിവുള്ള ഒരു ജീവനുള്ള ദൈവമുണ്ടെന്ന് ആത്മാവിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. ഇത് ഒരു സ്ഥലത്ത് ഒതുങ്ങിപ്പോകുന്നതല്ല. അനേകരെ വാളുകൊണ്ട് കൊന്നുകൊണ്ടിരിക്കുക, അനേകരെ ജയിലിൽ അടച്ചുകൊണ്ടിരിക്കുക, അനേകരെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇതൊന്നും കേട്ട് ഞടുങ്ങിയും വിറച്ചും പോകുന്ന മക്കളല്ല ദൈവത്തിന്റെ മക്കള്. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. കാരണം ഇവരുടെ ദൈവം സർവവ്യാപിയും സർവജ്ഞാനിയും സർവശക്തനും സകല ഭൂചര ജഡത്തിനും അധിപതിയും ആകൊണ്ട് ഒന്ന് വീണാൽ 1000 പേരെ, ലക്ഷങ്ങളെ, കോടികളെ എഴുന്നേൽപ്പിക്കുവാൻ അവന് കഴിവുണ്ടെന്ന് സ്തോത്രം നാം തിരിച്ചറിയുകയാണ്. അപ്പോ ഇവൻ പറഞ്ഞു, ഞാൻ യഹോവയ്ക്കായി ശുഷ്കാന്തിച്ചിരിക്കുന്നു. സ്വതം പലരെയും അവര് ഇസ്രായേല് നിന്റെ നിയമത്തെ ഉപേക്ഷിച്ചു, പലരെയും അവര് വാളുകൊണ്ട് കൊന്നുകളഞ്ഞു. ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു. ഇല്ല ഏലിയാവേ, സ്തോത്രം, ഹസായേലുണ്ട്, സ്തോത്രം, യേഹു ഉണ്ട്, നിനക്ക് പകരം എലീശയുണ്ട്. നിനക്ക് പകരം എലീശയുണ്ട്. സ്തോത്രം, അവനെ നിനക്ക് പകരം എന്ത് ചെയ്യണം? അഭിഷേകം ചെയ്യണം. കേട്ടോ പ്രിയമക്കളെ, നമ്മൾ ദൈവത്തിന് വേണ്ടി ഒന്നും തന്നെ ചെയ്യുന്നില്ല. എന്തെങ്കിലും ചെയ്തെന്ന് പറയാൻ നിന്റെ ആരോഗ്യവും നിന്റെ ശരീരത്തിൽ ഓടുന്ന ബ്ലഡും സ്തോത്രം, നിന്റെ എല്ലാ ലെവലുകളും ശരീരത്തിൽ ഉൾക്കൊള്ളുന്ന അകത്തും പുറത്തുമുള്ള എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് നിന്നെ നിർത്തിയിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇന്ന് ഈ ശബ്ദത്തിൽ നീ പ്രസംഗിക്കുന്നതെന്ന് സ്വതം ഞാൻ തിരിച്ചറിയണം. ഇവിടെ ഇരുന്ന് കരങ്ങൾ അടിക്കുന്ന, ഇവിടെ ഇരുന്ന് സ്തുതിക്കുന്ന നിങ്ങൾക്ക് അവൻ ശക്തി തന്നിട്ടല്ലാതെ ഇത് ചെയ്യാൻ പറ്റത്തില്ലെന്ന് നാമും ഒന്ന് തിരിച്ചറിയണം. ദൈവത്തിന്റെ കാരമാ പ്രിയ മക്കളെ, പ്രശംസിപ്പാനൊന്നുമില്ല. നിൽക്കുന്നതും സ്വതം നമ്മൾ നിൽക്കുന്നതല്ല, നിർത്തിയതാ. വല്ലതൊക്കെ ചെയ്തെന്ന് ആരും ചിന്തിച്ചു പോകരുതോ. ദൈവസനെ ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ ഉപവസിച്ചു, ഞാൻ പ്രാർത്ഥിച്ചു നേടി, ഞാൻ ഉപവസിച്ച്, ആരും ഒന്നും പറഞ്ഞേക്കരുത് കേട്ടോ. ഇതെല്ലാം ദൈവത്തിന്റെ ദയ, കരുണയാ. സ്തോത്രം, ദൈവത്തിന്റെ ദയയും കരുണയും കൊണ്ടാ നമ്മളൊക്കെ നിലനിന്ന് പോകുന്നത്. ദൈവത്തിന്റെ കൃപയുള്ളത് കൊണ്ടാ പ്രിയ മക്കളെ സ്തോത്രം ലജ്ജിക്കാതെ വണ്ണം സ്തോത്രം നമ്മൾ നടക്കുന്നത്. അതുകൊണ്ട് വല്ലതും ചെയ്തെന്ന് പറയുന്നത്, വല്ലതും ചെയ്തു എന്ന് പറഞ്ഞവനോട് സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, സ്തോത്രം, നീ തന്നെ പോയിട്ട് ചിലരെ അഭിഷേകം ചെയ്തോ, നീ എന്നിട്ട് ഇങ്ങോട്ട് കയറി പോരെന്ന് പറഞ്ഞു. നിന്റെ പരിപാടി തീർന്നു. സ്തോത്രം, നിന്നെ കൊണ്ട് മാത്രം തീർന്നെന്നാ നീ ചിന്തിച്ചത്. ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്ന നീ പറയുന്നത്. എന്നാൽ നിനക്ക് പകരം മറ്റൊരുത്തൻ ഉണ്ടെന്നേ. അത് മാത്രമല്ല, ബാലിന് മുഴങ്കാൽ മടക്കാത്ത 7000 പേരെ ഞാൻ അപ്പുറത്ത് ശേഷിപ്പിച്ചിട്ടുണ്ടെന്ന് ഏലിയാവിന്റെ ബുദ്ധിയെ തുറന്നിട്ടാണ് അവനെ സ്വർഗത്തിലെ ദൈവം ഭൂമിയിൽ നിന്ന് അവിടേക്ക് വിളിച്ചു കയറ്റുന്നത്. ഇനി പറയരുതെന്ന് നീ കേട്ടോ. ഇവര് 3 പേരെയും ശക്തന്മാരായ ആളുകൾ അഭിഷേകം ചെയ്യണം. 7000 പേരെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? നീ എന്താ പറഞ്ഞത്? അവരെല്ലാവരും നിന്റെ പ്രമാണത്തെ ഉപേക്ഷിച്ചു, ഇല്ലേ? അങ്ങനെയല്ലേ പറയുന്നത്? ഏലിയാവ് പറയുന്നത് അങ്ങനെയാണ്. അവരെല്ലാം നിന്റെ പ്രമാണത്തെ ഉപേക്ഷിച്ചു. സ്തോത്രം, മറ്റവരെ എല്ലാം വാളുകൊണ്ട് എന്ത് ചെയ്യുക? കൊന്നുകൊണ്ട്. 14 വാക്യം ഒന്നുകൂടി വായിച്ചേ. അതിന് അവൻ, സൈന്യങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് വേണ്ടി ഞാൻ വളരെ ശുഷ്കാന്തിച്ചിരിക്കുന്നു. ഇസ്രായേൽ മക്കൾ നിന്റെ നിയമത്തെ ഉപേക്ഷിച്ച് നിന്റെ യാഗപീഠങ്ങൾ ഇടിച്ചു. ഇസ്രായേൽ മക്കൾ നിന്റെ നിയമത്തെ ഉപേക്ഷിച്ച് നിന്റെ യാഗപീഠം ഇടിച്ചു. നിന്റെ പ്രവാചകന്മാരെ വാൾ കൊണ്ട് കൊന്നുകളഞ്ഞു. ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ 7003 പേരുടെ കണക്ക് ഇവിടെ ദൈവം കൊടുക്കുകയാണ്. സ്തോത്രം, 2 രാജാക്കന്മാരും 1 പ്രവാചകനും
പ്ലസ് 7000 പേര് ബാലിന് മുഴങ്കാൽ മടക്കാത്ത വ്യക്തിത്വങ്ങളെയും സ്വർഗത്തിലെ ദൈവം അവിടെ പ്രസിദ്ധപ്പെടുത്തുക. നമ്മുടെ കണ്ണ് കാണുന്നത് പോലെ അല്ല പ്രിയമക്കളെ, ദൈവം ചിലതിനെയൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. സമയമാകുമ്പോൾ അകത്ത് വരും. സമയമാകുമ്പോൾ പരിശുദ്ധ ദൈവം കൊണ്ടുവരും. ഈ ദേശത്തിൽ നമ്മൾ കാണാത്ത നിലവാരത്തിൽ, ഈ ദേശത്തിൽ നമ്മൾ അറിയാത്ത നിലവാരത്തിൽ നിത്യജീവനാ നിയമിക്കപ്പെട്ടിരിക്കുന്ന പലതും ഈ ദേശത്തിന്റെ തലങ്ങും വിലങ്ങുമുണ്ട്. സമയമാകുമ്പോൾ പരിശുദ്ധ ദൈവം അതിനെ പൊക്കി എടുത്തുകൊള്ളുമെന്ന് ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുകയാണ്. ഏലിയാവ് ആ ദേശത്തിൽ എങ്ങും തപ്പി നോക്കിയിട്ട് വരുമെന്നും കണ്ടില്ല. ഏലിയാവ് പരതി നോക്കി. ഏലിയാവിനോട് കൂടെ നിൽക്കാൻ പ്രാപ്തിയുള്ളവനുണ്ടോ എന്ന് അന്വേഷിച്ചിട്ടും കണ്ടെത്തിയില്ല. പക്ഷേ യഹോവയായ ദൈവം പറഞ്ഞു, 7000 പേരെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, വേറെ ശേഷിപ്പിച്ച് നിർത്തിയിട്ടുണ്ട്. സമയമാകുമ്പോൾ വരും കേട്ടോ, സമയമാകുമ്പോൾ വരും. സ്തോത്രം, ഹല്ലേലൂയ. ഇവിടെ ഈ ഏലീശയും മറ്റൊരു ഭാഗത്ത് നമ്മുടെയൊക്കെ അകത്തോളത്തിൽ ഇങ്ങനെ ചിന്ത വരും പ്രിയമക്കളെ. നമ്മൾ കർത്താവിന് വേണ്ടി ഈ ലോകത്തിലെ സകല മനുഷ്യരും ജീവനുള്ള ദൈവത്തെ ആരാധിക്കാതെ, യേശുവിനെ ആരാധിക്കാതെ നാം മാത്രം നിന്ദകളും പരിഹാസങ്ങളൊക്കെ ഏറ്റുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നു. അതുകൊണ്ട് ഒരു മുഖ്യസ്ഥാനം കിട്ടുമെന്നൊന്നും ആരും ചിന്തിക്കരുത്. നമ്മൾ ദൈവത്തെ ആരാധിക്കുകയും ചെയ്യണം, നമ്മളെ തന്നെ സൂക്ഷിച്ച് വിശുദ്ധ ജീവിതം നയിക്കുകയും ചെയ്യണം. എന്നാൽ ദൈവം ഒരു നന്മ കൊണ്ട് നമുക്ക് തൃപ്തി വരുത്തും. അല്ലെങ്കിൽ ഒരു നിത്യത നമ്മളിലേക്ക് സ്വർഗത്തിൽ പകർത്ത് തരും. അതല്ല മറ്റുള്ളവരൊന്നും ദൈവത്തെ ആരാധിക്കുന്നില്ല, ഞാൻ മാത്രം ദൈവത്തെ ആരാധിക്കുന്നു, ഞാൻ മാത്രം ദൈവത്തെ സ്തുതിക്കുന്നു, അതുകൊണ്ട് മറ്റുള്ളവരൊക്കെ കേമനാണ് എന്നൊന്നും ചിന്തിക്കരുത്. 2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഏലീശ ഏലിയാവിനോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. ഏലിയാവ് ചോദിക്കുന്നുണ്ട്, ഞാൻ നിങ്ങളിൽ നിന്ന് എടുക്കപ്പെട്ടുകൊള്ളുമ്പോൾ നിനക്ക് എന്താണ് ഞാൻ ചെയ്തു തരേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, നിന്റെ ആത്മാവിൽ ഇരട്ടി പങ്ക് എൻ്റെ മേൽ വരണം. അപ്പോ ഏലിയാവ് പറയുന്നുണ്ട്, നീ ചോദിക്കുന്ന കാര്യം പ്രയാസമുള്ളതാ. ഇവൻ കരുതിയത് സ്തോത്രം ചോദിക്കുന്നതെല്ലാം കൊടുക്കുമെന്ന, ചോദിക്കുന്നതെല്ലാം ആഗ്രഹിക്കുന്നതെല്ലാം കിട്ടുമെന്ന. ഇവനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, എന്നെ ചുഴലിക്കാറ്റിലെ യഹോവയായ ദൈവം എടുക്കുന്ന സമയത്ത് നീ അത് നോക്കി കണ്ടാൽ നിനക്കത് എന്ത് ചെയ്യും, ഉണ്ടാകും. അതല്ലെങ്കിൽ അത് ഉണ്ടാകുകയില്ല. ബേഥേലിൽ കൊണ്ടുചെന്നാക്കിയപ്പോൾ ബേഥേൽ വേണ്ടെന്നും പറഞ്ഞ് ഇറങ്ങി പുറപ്പെട്ടവനാ. ഗിൽഗാലിൽ കൊണ്ടുപോയി ആക്കിയപ്പോൾ ഗിൽഗാൽ വേണ്ടെന്നും പറഞ്ഞ് ഇറങ്ങി പുറപ്പെട്ടവനാ. എരിഹോവിൽ കൊണ്ടുപോയി ആക്കിയപ്പോൾ എരിഹോവ് വേണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങി പുറപ്പെട്ടവനാ. ആര്? ഏലീശ. അപ്പൊ ഇവൻ കരുതിയത് ഇതെല്ലാം വിട്ട് യജമാനനോട് കൂടെ ഞാൻ കടന്നു വരുന്നത് കൊണ്ട് മറ്റു പ്രവാചകന്മാർ ഒത്തിരി ഉണ്ട്, ഇവർ യോർദാൻ കടന്ന് അപ്പുറത്തേക്ക് പോകുമ്പോൾ ഇപ്പുറത്ത് 50 പ്രവാചകന്മാർ നോക്കി നിൽക്കുകയാണ്. അപ്പോ ആ പ്രവാചകന്മാരെക്കാൾ അധികം ഞാൻ ചിലവഴിക്കുന്നത് കൊണ്ട് ഒരു പക്ഷേ മറ്റു പ്രവാചകന്മാരിൽ നിന്നൊരു വ്യത്യസ്തമായിട്ട് ഞാൻ ചോദിക്കുന്നത് എനിക്ക് എന്ത് ചെയ്യും, കിട്ടുമെന്ന് അവൻ ചിന്തിച്ചത്. ഞാൻ പറയുന്നതിന്റെ സാരം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്ന് നമ്മുടെ കൂട്ടത്തിൽ, നമ്മുടെ ദേശത്തിൽ, നമ്മുടെ പട്ടണത്തിൽ മറ്റു വിശ്വാസികളെക്കാൾ അധികമായിട്ടൊരു പക്ഷെ ഞാനോ നിങ്ങളോ പ്രയോജനപ്പെടുന്നുണ്ടാകാം എന്ന് കരുതിക്കൊണ്ട് ഈ പ്രയോജനപ്പെടുന്നത് ദൈവസ്ഥലിൽ നീ വലിയ കാര്യമായിട്ടൊന്നും പ്രതിഫലിക്കത്തില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പൊ ഇവന് ഗിൽഗാലിൽ കൊണ്ടുപോയി ആക്കി, ബേഥേലിൽ കൊണ്ടുപോയി ആക്കി. ബേഥേൽ വേണ്ട, ഗിൽഗാലി വേണ്ട, എരിഹോ വേണ്ടെന്നും പറഞ്ഞുകൊണ്ട് യജമാനനോടൊപ്പം യാത്ര ചെയ്യുന്ന സ്വതം ഏലീശ ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ ചോദിക്കുന്നത്, ഏലിയാവ് ചോദിച്ചു, നിനക്ക് എന്ത് തരണം? ഇവൻ പറയുന്നത്, നിന്റെ ആത്മാവിലുള്ള ഇരട്ടി പങ്ക്. അപ്പൊ ഇവൻ ചിന്തിച്ചത് എന്താണെന്നറിയാമോ? മറ്റുള്ള പ്രവാചകന്മാരെക്കാൾ അധികമായിട്ട് യജമാനൻ പോകുന്ന എല്ലാ സ്ഥലത്തും യോർദാൻ വരെ വിഭാഗിച്ച് ഇപ്പുറത്ത് കടന്നത് കൊണ്ട് എനിക്ക് ചോദിക്കുന്നതെല്ലാം കിട്ടുമെന്നുള്ളതായിരുന്നു അവൻ പ്രതീക്ഷിച്ചത്. പക്ഷെ അവന്റെ പ്രതീക്ഷകൾക്ക് അപ്പുറമായിട്ടുള്ളൊരു ഉത്തരമായിരുന്നു ഏലിയാവിൽ നിന്ന് ലഭിച്ചത്. സ്തോത്രം വായിക്കാം നമുക്ക്. അതിന്റെ സ്തോത്രം 10-ാമത്തെ വാക്യം വായിച്ചേ. അതിനവൻ, നീ പ്രയാസമുള്ള കാര്യമാകുന്നു ചോദിച്ചത്. ഞാൻ നിങ്കിൽ നിന്ന് എടുത്തുകൊള്ളപ്പെടുമ്പോൾ നീ എന്നെ കാണുന്നുവെങ്കിൽ നിനക്ക് അങ്ങനെ ഉണ്ടാകും, അല്ലെന്ന് വരികിൽ ഉണ്ടാകിയില്ല എന്ന് പറഞ്ഞു. എരിഹോവോ സ്വന്തം ബേഥേലോ ഗിൽഗാലോ ഇതൊക്കെ വിട്ടുകളഞ്ഞു എന്ന് കരുതിക്കൊണ്ട് എലീശേ ഈ പറയപ്പെടുന്ന നീ ചോദിക്കുന്ന കാര്യം കിട്ടുമെന്ന് നീ പ്രതീക്ഷിക്കരുത്. ഒരു വിഷയം കൂടി നിന്റെ മുമ്പിൽ വെക്കുകയാണ്. സ്വന്തം ഞാൻ നിന്റെ അടുക്കൽ നിന്ന് എടുക്കപ്പെട്ടുകൊള്ളുന്ന ആ സമയത്ത് നീ എടുക്കപ്പെടുന്നത് നീ കണ്ണുകൊണ്ട് നോക്കി കണ്ടാൽ അത് നിനക്ക് ഉണ്ടാകും. വില മുടക്കണം.
വില മുടക്കാതെ കിട്ടത്തില്ല പ്രിയമക്കളെ. വില മുടക്കണം. നീ പലതും ത്യജിച്ചാണ് ഇന്ന് എൻ്റെ ഒപ്പം യോർദാൻ കടന്ന് ഇവിടെ വന്നിരിക്കുന്നത്, സമ്മതിക്കുന്നു. മറ്റ് പ്രവാചകന്മാർ 50 പേര് അവിടെ നോക്കി നിൽക്കുകയാ. ഗിൽഗാലിൽ പ്രവാചകന്മാർ നോക്കി നിൽക്കുകയാ, എരിഹോവിൽ പ്രവാചകന്മാർ നോക്കി നിൽക്കുകയാ, ബേഥേലിൽ പ്രവാചകന്മാർ നോക്കി നിൽക്കുകയാ. അവരെയെല്ലാം മറികടന്ന് നീ എന്നോട് കൂടെ ഈ യോർദാൻ തീരം കടന്ന് ഇപ്പുറത്തെത്തിയിട്ടുണ്ട്. ഓക്കെ സ്വതം എന്ന് കരുതിക്കൊണ്ട് നീ ചോദിക്കുന്ന കാര്യം വേഗത്തിൽ കിട്ടത്തില്ല. സ്വതം വില മുടക്കണം. വില മുടക്കിയാൽ നിനക്ക് ഞാനത് തരും. ഞാനല്ല, എന്റെ പിതാവ് സ്വർഗത്തിലെ ദൈവം എന്നെ എടുത്തു കൊള്ളപ്പെടുന്നത് നിന്റെ കണ്ണുകൾ കൊണ്ട് നീ നോക്കി കണ്ടാൽ നിശ്ചയമായിട്ടും എലീശേ അത് നിന്റെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകത്തില്ല. അത് നിന്റെ ജീവിതത്തിൽ തന്നെ വരും. അവിടെ വെച്ച് എലീശ ഞെട്ടി. എടാ, ഇങ്ങനൊരു കാര്യം കൂടി ഉണ്ടോ? കൂടെ നടക്കുന്നതിലല്ല കാര്യം, പ്രാപിക്കുന്നതിലാണ് കാര്യം. കേട്ടോ പ്രിയമക്കളെ, നമ്മൾ ഇന്ന് യേശുവിനോട് കൂടെ നടക്കുകയാ. യേശുവിനോട് കൂടെ നടന്ന ഒരു കൂട്ടം ആളുകൾ ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ, ഇല്ലേ? 4000 പേര്, 5000 പേര്, 10,000 പേരൊക്കെ യേശുവിനോട് കൂടെ നടന്നവരാ. കൂടെ നടന്നവരുടെ പേരൊന്നും പുസ്തകത്തിൽ വന്നില്ല. പുസ്തകത്തിൽ വന്നവര് പ്രാപിച്ചവരുടെ പേരാണ്. യേശുവിനോട് കൂടെ നടക്കുന്നത് മാത്രമല്ല, നടക്കുമ്പോൾ തന്നെ യേശുവിൽ നിന്ന് ചിലത് പ്രാപിച്ചവരുണ്ടായിരുന്നു. പ്രാപിച്ചവരുടെ പേരാണ് ഈ പുസ്തകത്തിൽ കയറിയരുത്. കൂടെ നടന്നവരുടെ പേരെല്ലാം പുസ്തകത്തിൽ വന്നില്ല. ഇന്ന് രാത്രികാലം തിരിച്ചറിയണം, നാമും യേശുവുമായിട്ട് നടക്കുകയാണ്. നടക്കുന്നത് കൊണ്ട് കാര്യമില്ല. അവനിൽ നിന്ന്, പരിശുദ്ധാത്മാവിൽ നിന്ന് എന്തെങ്കിലും പ്രാപിച്ചില്ല എങ്കിൽ നടപ്പ് മുഴുവനും വ്യർത്ഥമാ. നടന്ന ഇഷ്ടം പോലെ ആളുകളുണ്ടായിരുന്നു. ചെറുപടകുകളൊക്കെ എടുത്ത് യേശു പോകുന്ന സ്ഥലത്ത് യേശുവിനെ അനുഗമിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ ഉണ്ടായിരുന്നു. അന്ന് സ്തോത്രം, അവരൊന്നും പിന്നെത്തിയതിൽ കണ്ടില്ല പ്രിയമക്കളെ. അവരൊന്നും ഈ പുസ്തകത്തിൽ ഇടം പിടിച്ചില്ല. ഇടം പിടിച്ചവർ പ്രാപിച്ചവരാ. വിട്ടുപിരിയാതെ വണ്ണം ഒരു ബന്ധം പുലർത്തി. സ്തോത്രം, അവരോട് പറഞ്ഞ കൽപ്പനകളെ പ്രമാണിച്ചുകൊണ്ട് അവര് ദൈവസന്നിധിയിലേക്ക് അടുത്ത് ചെന്നപ്പോൾ അവര് പ്രാപിച്ചു. കേട്ടോ, അവര് പ്രാപിച്ചവരുടെ പേര് പുസ്തകത്തിലുണ്ട്. കേട്ടോ, ഇതുപോലെ തന്നെ കഴിഞ്ഞ സൺഡേ നമ്മൾ കേട്ടു, ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത സ്തോത്രം, ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും സകല മനുഷ്യർക്കും സ്വർഗത്തിൽ ദൈവം നിയമിച്ചിരിക്കുകയാ. ഇവിടെ കാണാൻ സാധിക്കുന്നത്, എലീശ ഇങ്ങനെ ചിന്തിച്ചു. ഒരു പക്ഷേ യജമാനോട് ചോദിക്കാൻ തരും, അവരെക്കാൾ അധികം ഞാൻ ചെലവഴിക്കുന്നുണ്ടല്ലോ. പറഞ്ഞ ഉത്തരം എന്ന് പറയുന്നത്, നീ എന്നെ നോക്കി കണ്ടാൽ അത് നിനക്കുണ്ടാകും. ഇല്ലെങ്കിൽ ഉണ്ടാകത്തില്ല എലീശേ. മറ്റു പ്രവാചകന്മാരെക്കാൾ അധികം നീ ചെലവിട്ടവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിനക്കിത് തരത്തില്ല. യേശു പുതിയ നിയമത്തിലേക്ക് ഒരു ഉപമ പറയുന്നുണ്ട്. വേലക്കായി പുറപ്പെട്ട ചിലരെ കുറിച്ച്. ചിലര് രാവിലെ ചെന്ന് വേല തുടങ്ങി. സ്തോത്രം, 9 മണിക്കും 10 മണിക്കും 11 മണിക്കൊക്കെ പലരും വന്ന് വേല തുടങ്ങി. അവസാനം വന്നവന് എന്ത് കൊടുത്തു? ആദ്യം കൂലി കൊടുത്തു. അവസാനം വന്നവന് ആദ്യം കൂലി കൊടുത്തു. അപ്പൊ അവസാനം വന്നവന് 1 ദിനാർ കൊടുത്തു. അപ്പൊ ആദ്യം വന്നവൻ ചിന്തിച്ചു, ആദ്യം വന്നവന് ഒരു 2 കിട്ടും, അല്ലെങ്കിൽ 1.5 കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ ഇവരെല്ലാവരുമായിട്ട് ഒത്തിട്ടാ വിളിച്ചിരിക്കുന്നത്. ആദ്യം വന്നവനോട് പറഞ്ഞു 1 ദിനാർ, രണ്ടാമത് വന്നവനോടും 1 ദിനാർ, മൂന്നാമത് വന്നവനോടും, അവസാനം വന്നവനോടും പറഞ്ഞു 1 ദിനാർ തരാം. അപ്പൊ അവസാനം വന്നവന് ആദ്യം എന്ത് ചെയ്തു? കൂലി കൊടുത്തു. കൂലി കൊടുത്തപ്പോ ആദ്യം വന്നവൻ ചിന്തിച്ചു, എടാ, ഞാൻ ഇവരെക്കാളും മണിക്കൂറുകൾ മുമ്പ് വന്ന് അധ്വാനിക്കുന്നവനാ, അതുകൊണ്ട് എനിക്ക് കൂടുതൽ കൂലി കിട്ടും എന്ന് അവൻ ചിന്തിച്ചു. പക്ഷെ എന്ത് ചെയ്തില്ല? കൂലി കിട്ടിയില്ല. കൂലി എല്ലാവർക്കും കൊടുത്ത പോലെ തന്നെ ഇവനും 1 ദിനാറാണ് കൊടുത്തത്. അപ്പൊ ഇവന് ഇഷ്ടപ്പെട്ടില്ല. ഇന്നും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലത്തെ ചില അനുഭവങ്ങളൊക്കെ ഉണ്ടാകാം പ്രിയമക്കളെ. ഒരുപക്ഷെ ഇവിടെ നിന്ന് നമ്മളെല്ലാം എടുക്കപ്പെട്ട് അവിടെ ചെല്ലുമ്പോൾ നിങ്ങളെക്കാൾ പ്രതിഫലം ചിലപ്പോൾ കുറച്ചായിരിക്കാം. എങ്ങനെയൊക്കെയാണ് ദൈവം നമുക്ക് തരുന്നത് നമുക്കറിയത്തില്ല. അത് ദൈവത്തിന്റെ ഇഷ്ടത്തിനൊത്തവണ്ണമാ. അവനവന്റെ പ്രാപ്തി പോലെ 30, 60, 100 എന്നൊക്കെ പറയുന്ന നിലവാരം പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അതല്ല എങ്കിൽ ഇരിക്കുന്ന നമ്മൾക്കടക്കം എല്ലാവർക്കും ഒരുപോലെയായിരിക്കാം. ഇവിടെ നിന്ന് നിങ്ങളെ പ്രസംഗിച്ച് നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് കൂടുതൽ ചോദിച്ചാൽ ചിലപ്പോൾ അവിടെ കിട്ടത്തില്ല. കാരണം സ്വർഗത്തിലെ ദൈവത്തിനൊരു നിയമമുണ്ട്. അവന്റെ നിയമത്തിനകത്തളത്തിൽ നിന്നുകൊണ്ട് അവന് മഹത്വം കൊടുത്ത് വിശുദ്ധിയിലും വേർപാടിലും ജീവിതം നയിച്ച ഒരുപക്ഷെ നിത്യതയിൽ നിനക്ക് പ്രവേശിക്കാം. അധികം ചിലവിട്ടു എന്ന് പറഞ്ഞാൽ അതിനവിടെ വ്യവസ്ഥയില്ല.
ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ എങ്ങനെ ചിന്തിക്കാം, ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് പ്രസംഗിക്കുകയാണ്, അതുകൊണ്ട് അവിടെ ചെല്ലുമ്പോൾ ഒരു പ്രതിഫലം കൂടുതൽ എനിക്ക്, അല്ലെങ്കിൽ ഒഴികഴിവ് ചിലപ്പോൾ ഉണ്ടാകുമെന്നൊക്കെ ചിന്തിക്കാം. ഒരിക്കലും ഇല്ലട്ടോ, അങ്ങനെ ആരും ചിന്തിക്കരുത്. ഇന്ന് സ്തോത്രം ശിക്ഷാവിധി വരും എന്നറിഞ്ഞ് നിങ്ങൾ അധികം ആളുകൾ ഉപദേഷ്ടാക്കന്മാര് എന്നല്ലേ തിരുവഴുത്തിൽ പറയുന്നത്. വളരെ ശ്രദ്ധിച്ചോളണം പ്രിയ മക്കളെ. അപ്പോൾ ഇന്ന് പല ആളുകളും പറയുന്നുണ്ട്, ചോദ്യം ചെയ്യരുത്, ഞങ്ങളുടെ ഇഷ്ടപ്രകാരമൊക്കെ ജീവിക്കും. ഈ റോമാലേഖനം 2-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യത്തിലേക്കും അതിൻ്റെ 21-ാം വാക്യത്തിലേക്കൊക്കെ വരുമ്പോൾ അവിടെ ചില കാര്യങ്ങൾ പരിശുദ്ധാത്മാവിനാൽ പൗലോസ് എഴുതി ചോദിച്ചിട്ടുണ്ട്. സ്തോത്രം ഒന്ന് വായിക്കാമോ? റോമാക്കാർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം 21-ാം വാക്യം ഒന്ന് വായിക്കാമോ? ഹേ അന്യനെ ഉപദേശിക്കുന്നവനെ, നീ നിന്നെ തന്നെ ഉപദേശിക്കാത്തത് എന്ത്? ഇത് ആരോടെ ചോദിക്കുന്നത് അറിയാമോ? ഞങ്ങളോടാ. ഇവിടെ നിന്ന് പ്രസംഗിക്കുന്ന ഞങ്ങളോടുള്ള ചോദ്യമാണ്. ഇതുപോലെ ലോകത്തിന്റെ 7 വൻകരകളിൽ കർത്താവിനെ വേല ചെയ്തെടുക്കുന്ന അല്ലെങ്കിൽ പൊതുജനത്തോട് പൊതുവേദിയിൽ നിന്നുകൊണ്ട് അങ്ങോട്ട് തിരിഞ്ഞ് ചോദ്യം ചോദിക്കുന്നവരുള്ള ചോദ്യമാണ് ഇവിടെ പരിശുദ്ധ ദൈവം ചോദിക്കുന്നത്. ഹേ അന്യനെ ഉപദേശിക്കുന്നവനെ, നീ നിന്നെ തന്നെ ഉപദേശിക്കാത്തത് എന്ത്? മോഷ്ടിക്കരുത് എന്ന് പ്രസംഗിക്കുന്ന നീ മോഷ്ടിക്കുന്നുവോ? മോഷ്ടിക്കരുത് എന്ന് പ്രസംഗിക്കുന്ന നീ മോഷ്ടിക്കുന്നുവോ? വ്യഭിചാരം ചെയ്യരുത് എന്ന് പറയുന്ന നീ വ്യഭിചാരം ചെയ്യുന്നുവോ? വിഗ്രഹങ്ങളെ വെറുക്കുന്ന നീ ക്ഷേത്രം കവർച്ച ചെയ്യുന്നുവോ? ന്യായപ്രമാണത്തിൽ പ്രശംസിക്കുന്ന നീ ന്യായപ്രമാണ ലംഘനത്താൽ ദൈവത്തെ അപമാനിക്കുന്നുവോ? ഫ്രൈസലോ. അതിന്റെ 3-ാം വാക്യം ഒന്ന് വായിച്ചേ. 2:3. ആ വക പ്രവർത്തിക്കുന്നവരെ വിധിക്കുകയും അത് തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന മനുഷ്യ, നീ ദൈവത്തിന്റെ വിധിയിൽ നിന്ന് തെറ്റുമൊഴിയും എന്ന് നിനക്കുന്നുവോ? അടുത്ത വാക്യം. അല്ല, ദൈവത്തിന്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്നറിയാതെ നീ അവന്റെ ദയ, ക്ഷമ, ദീർഘശാന്തി എന്നിവയുടെ ഐശ്വര്യം നിരസിക്കുന്നുവോ? ഇതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? നിങ്ങളെ പഠിപ്പിക്കുമ്പോൾ നിങ്ങളെ പഠിപ്പിക്കുന്നവൻ നിങ്ങളെ ജീവിപ്പിക്കാൻ സ്വതം ഉപദേശിക്കുന്നത് പോലെ ഞാനും എന്ത് ചെയ്തേക്കണം? ജീവിച്ചേക്കണം, നടന്നേക്കണം. ഈ എല്ലാം ഞങ്ങൾ നടത്തിപ്പുകാർ മാത്രമാ, ഞങ്ങൾ നടക്കത്തില്ല. സ്തോത്രം. ഞങ്ങൾ ഇങ്ങനെ പ്രസംഗിക്കുന്ന ആളുകൾ മാത്രമാണ്. നിങ്ങളത് കേട്ട് അനുസരിച്ചോളണം, ഞങ്ങൾ എന്ത് ചെയ്യത്തില്ല, ഞങ്ങൾ ആ വഴിയിൽ നടക്കത്തില്ല. അങ്ങനെയുള്ളവർക്കുള്ള ഒരു ഉപദേശവും ദൂതുമാണ് റോമാലേഖനം 2-ാം അധ്യായം. വീട്ടിൽ ചെന്ന് നിങ്ങളത് കുറിച്ചു വെച്ച് സ്വതം വായിക്കണം. ആകയാൽ പ്രിയ മക്കളെ, ഇവിടെ പറയുന്നത്, എടാ നീ ഉപദേശിക്കുകയും ചെയ്യണം, ഉപദേശത്തിനൊത്തവണ്ണം നീ നിന്നെ തന്നെ സൂക്ഷിച്ച് നടത്തുകയും ചെയ്യണം. അന്യനെ ഉപദേശിക്കുന്നവരെ, നീ നിന്നെ തന്നെ. ഇന്നത്തെ സിസ്റ്റം അങ്ങനെയല്ല. ഇന്നത്തെ സിസ്റ്റം എന്ന് പറയുന്നത് ഉപദേശിക്കുന്നവനോട് എന്ത് ചെയ്യാൻ പാടില്ല? ഉപദേശിക്കുന്നവൻ പറയും, ഞങ്ങളെ നോക്കണ്ട, നിങ്ങൾ ദൈവത്തെ നോക്കി ജീവിക്കണം. സ്തോത്രം. എന്നിട്ട് ഉപദേശം കേൾക്കുന്നവരോട് പറയണം, സ്തോത്രം, നിങ്ങൾ ഇങ്ങനെയെല്ലാം നടക്കണം. ഞങ്ങള് എന്ത് ചെയ്യും? ഞങ്ങൾ ഇങ്ങനെ ജീവിക്കും. അങ്ങനെയല്ല പ്രിയ മക്കളെ. അന്യനെ ഉപദേശിക്കുന്നവനെ, നീ നിന്നെ തന്നെ ഉപദേശിക്കാത്തത് എന്താ? ഇവിടെ ഏലീശയോട് സ്വർഗത്തിലെ ദൈവം പറയുന്ന ഒരു ദൂതത, എടാ നീ പലതും ത്യജിച്ചാണ് ദൈവത്തിന്റെ അടുക്കലേക്ക് അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് വലിയ പ്രാപിച്ചെടുക്കാൻ വേണ്ടി കടന്നു വന്നിരിക്കുന്നത്. സ്വതം പ്രാപിക്കുകയും ചെയ്യണം, നിന്നെ തന്നെ സൂക്ഷിക്കുകയും ചെയ്യണം. എടാ പ്രിയമകളെ, ഇത് നമുക്കുള്ള ആഴമേറിയൊരു ദൂതാണ്. ദൈവസന്നിധിയിൽ പ്രാപിക്കുകയും മറ്റുള്ളവരെ ഉപദേശിക്കുകയും ചെയ്യുമ്പോൾ നാം അധികമായിട്ട് നമ്മെ തന്നെ സൂക്ഷിക്കുകയും വിശുദ്ധിയിലും വേർപാടിൽ നടക്കുകയും ചെയ്യണം. ഒഴികഴിവില്ല. അങ്ങനെ ജീവിച്ചെന്നാലേ നിത്യതയിൽ പോകത്തുള്ളൂ. എനിക്കും നിങ്ങൾക്കും കടന്നു പോകണമെങ്കിൽ ഈ 2 മാർഗങ്ങളും പ്രസംഗിക്കുന്നവർക്ക് കൂടുതലാ. ശ്രദ്ധിക്കണം. അങ്ങോട്ട് വിളിച്ചു പറയുമ്പോൾ സ്വന്തം ജീവിതത്തിലും അത് അനുവർത്തിക്കുന്നുണ്ടോ എന്നുള്ളൊരു നോട്ടം ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഉണ്ടായിരിക്കണമെന്ന് ആത്മാവ് നമ്മളെ തെളിവായി പഠിപ്പിക്കുകയാ. പ്രൈസലോ. സ്വതം ഇത് നമ്മൾ ചെയ്തെടുത്തേ മതിയാകൂ. നീ കുരുടർക്ക് എന്ത് ചെയ്യുന്നവനാ? വഴികാട്ടിയ. സ്വതം അന്ധകാരത്തിലിരിക്കുന്നവർക്ക് നീ വെളിച്ചമായി തീരണം. സ്വതം. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചു, നീ ഭൂമിയുടെ ഉപ്പായി എന്ത് ചെയ്യണം? മാറണം.
കേട്ടോ. ഈ അധികം വില കൊടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ ഈ നാളുകളിൽ എത്തിച്ചേരുകയാ പ്രിയ മക്കളെ. പരിശുദ്ധാത്മാവ് നമ്മളെ അതിലേക്കൊക്കെയും നടത്താൻ ആഗ്രഹിക്കുകയാ. വിശുദ്ധിക്ക് വേണ്ടി, വേർപാടിന് വേണ്ടി ജീവിതം നയിച്ചു കൊള്ളണമെന്ന് പരിശുദ്ധാത്മാവ് ഞാൻ ഓർപ്പിക്കുകയാ. കാലഘട്ടം പെട്ടെന്ന് മാറും. അവസ്ഥകൾക്കൊക്കെയും ഒത്തിരി വേദം വരും. സ്തോത്രം. അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കാടുന്നവൻ ഇനിയും അഴുക്കാടട്ടെ, വിശുദ്ധൻ തന്നെ തന്നെ എന്ത് ചെയ്യട്ടെ, വിശുദ്ധീകരിക്കട്ടെ, നീതിമാൻ നീതി ചെയ്യട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. പലതും കണ്ടിട്ടും കേട്ടിട്ടും കണ്ടടച്ചു പോവുകയല്ല ചെയ്യേണ്ടത്. നീ നിന്നെ തന്നെ സൂക്ഷിക്കണം കേട്ടോ പ്രിയ മക്കളെ. നമ്മളെ തന്നെ സൂക്ഷിക്കണം. അതിന്റെ 21 വാക്യം ഒന്ന് വായിച്ചേ. സ്തോത്രം. 2:21. അന്യനെ ഉപദേശിക്കുന്നവനെ, നീ നിന്നെ തന്നെ ഉപദേശിക്കാത്തത് എന്ത്? മോഷ്ടിക്കരുത് എന്ന് പ്രസംഗിക്കുന്ന നീ മോഷ്ടിക്കുന്നുവോ? അപ്പൊ എന്ത് ചെയ്യരുത്? മോഷ്ടിക്കരുതെന്ന് പ്രസംഗിക്കുമ്പോ നീ നിന്റെ ജീവിതം കൊണ്ട് മോഷ്ടിക്കാതിരുന്നിട്ട് വേണം അടുത്തവനോട് നീ എഴുത. അല്ലെങ്കിൽ അത് തന്നെ നിന്റെ ജീവിതത്തിൽ എന്ത് ചെയ്യും? തകർച്ചയ്ക്ക് കാരണമായി. ഇന്ന് പ്രസംഗകരുടെ സംഖ്യ ഏറ്റവും കൂടിക്കൊണ്ടിരിക്കുക. പ്രസംഗിക്കാൻ ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട്, ജീവിക്കാൻ ആളില്ല. ജീവിക്കാൻ ആള് കുറവാ, പ്രസംഗിക്കാൻ ഇഷ്ടം പോലെ ആളുകളുണ്ട്. കാരണം ഇവിടെ നിന്ന് അങ്ങോട്ട് പറയുന്നതാണ് കാര്യമെന്ന പലരും ചിന്തിക്കുന്നത് അല്ല. പ്രിയ മക്കൾ, നീ ഇത് പറയുമ്പോ നീ അത് ആദ്യമേ തന്നെ ദൈവസന്നിധിയിൽ ഇരുന്നിട്ട് നീ അത് ചെയ്യാതിരിക്കാൻ നിന്റെ ജഡത്തെ എന്ത് ചെയ്തോളണം? വാരിധിയിൽ വരുത്തിക്കൊള്ളണം. അതല്ല എങ്കിൽ പ്രസംഗം ഇന്ന് ഇഷ്ടം പോലെ ഉണ്ടോ? യൂട്യൂബൊക്കെ തുറന്നു കഴിഞ്ഞാൽ ആയിരക്കണക്കിന് 10,000-കണക്കിന് പ്രസംഗങ്ങൾ ഉണ്ടെന്നേ. പ്രസംഗിക്കുന്നവന്റെ വീടിന്റെ പരിസരത്ത് നീ ചെന്ന് അന്വേഷിക്കണം. തങ്ങൾക്ക് തന്നെ കൊള്ളരുതാത്തവരായി തീരാതിരിക്കാൻ പൗലോസ് പറയുന്നുണ്ട്, ജഡത്തെ അവൻ ദണ്ഡിപ്പിച്ച് എന്ത് ചെയ്യുക? കീഴടക്കുകയാ. പ്രസംഗിച്ചിട്ട് തങ്ങൾക്ക് തന്നെ കൊള്ളരുതാത്തവരായി തീരാതിരിക്കേണ്ടതിനായി പ്രസംഗം ജീവിതമാക്കി മാറ്റിയ അപ്പോസ്തലന്മാർ ഈ വിശുദ്ധ വേദപുസ്തകത്തിനകത്തളത്തിലുണ്ട്. അവരാണ് നമുക്ക് മാതൃക. നമ്മുടെ യേശു കർത്താവ് നമുക്ക് മാതൃക. പ്രസംഗിച്ചു പോകുന്നത് മാത്രമല്ല, ജീവിച്ച് കാണിച്ചു. നമുക്ക് വേണ്ടി അവസാന തുള്ളി രക്തം വരെ അവൻ ചിന്തി. അപ്പന്റെ മക്കളാണ് നമ്മള് കേട്ടോ. പ്രസംഗം മാത്രമല്ല പ്രിയ മക്കളെ, ഇന്ദ്രിയത്തിൽ ജയമെടുത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തെ തന്നെ അങ്ങനെ മാറ്റിമറിച്ചുകൊണ്ടായിരിക്കണം മുന്നോട്ട് പോകുന്നത്. സ്വന്തം പലപ്പോഴും ഞങ്ങൾ വീട്ടിൽ നിന്ന് സംസാരിക്കാറുണ്ട്. കർശനമായിട്ടുള്ള ചില തീരുമാനങ്ങളൊക്കെയും ദൈവസഭയ്ക്ക്, ദൈവനാമത്തിന് വേണ്ടി സ്വന്തം ഈ പുസ്തകത്തിലെ പ്രമാണത്തിനൊത്തവണ്ണം എടുക്കുമ്പോൾ പിന്നാമ്പുറത്തേക്ക് കൂടി തിരിഞ്ഞു കൊണ്ടാ ചില കാര്യങ്ങൾ ചിന്തിക്കുന്നത്. കാരണം ഇനിയും കാലഘട്ടം വരും, ഇനിയും കാലങ്ങൾ പോകും. സ്വന്തം അതിന്റെ ഒരു വേരും നമ്മുടെ ജീവിതത്തിൽ കിടക്കാതെ വണ്ണം സൂക്ഷിച്ചുകൊണ്ടായിരിക്കണം ചില കാര്യങ്ങൾ സംസാരിക്കുന്നത്. പൗലോസൊക്കെ സ്വന്തം എല്ലാ നിലകളിലും അവരുടെ പ്രസംഗം കൊണ്ട് മറ്റുള്ളവരെ നേടുകയും ചെയ്യും. അവരുടെ പ്രസംഗത്തിൽ അവർ കൊള്ളരുതാത്തവരായി തീരാതെ അവരെ സൂക്ഷിക്കുകയും ചെയ്യും. 2 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണം കേട്ടോ പ്രിയ മക്കളെ. 2 കാര്യങ്ങൾ സംഭവിക്കണം. പ്രസംഗിക്കാൻ ഈസിയാ, ജീവിക്കാൻ വളരെ പാടാ. സ്തോത്രം. ഈ നാളുകളിൽ ജീവിച്ച് കാണിക്കണം. കൃപ കൊണ്ട്, അഭിഷേകം കൊണ്ട്. ഒരു മനുഷ്യനോട് സംസാരിച്ച് ജയിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് ദൈവകൃപ കൊണ്ടൊന്ന് ജയിക്കാൻ പറ്റുമോ? ഇതിനെ ആർക്കും കീഴ്പ്പെടുത്താൻ പറ്റത്തില്ല. സ്വന്തം ദാവീദ് കൃപ കൊണ്ടായിരുന്നു ഗോലിയാത്തിനെ തകർത്തത്. അഭിഷേകം കൊണ്ടായിരുന്നു തകർത്തത്, വാക്കുകൊണ്ടായിരുന്നില്ല. സ്തോത്രം. പലരും വാക്കുകൾ കൊണ്ട് ജയിക്കാൻ ശ്രമിക്കുമ്പോൾ അവൻ പ്രാപിച്ച കൃപ കൊണ്ടായിരുന്നു ജയിച്ചത്. അപ്പോസ്തലന്മാർ പലരും വാക്കുകൾ കൊണ്ടല്ല ജയിച്ചത്. അധികാര പരിധികളെ പോലും റോമൻ സാമ്രാജ്യത്തിന്റെ അധികാരങ്ങൾ പോലും അവർ ജയിച്ചത് അഭിഷേകം കൊണ്ടായിരുന്നു. ഈ നാളുകളിൽ അത് പ്രാപിക്കണം പ്രിയ മക്കളെ. വാക്കുകൾ ഒരിക്കലും നമുക്ക് ജയം തരത്തില്ല. ജയം തരുന്നത് സ്വർഗത്തിലെ ദൈവത്തിന്റെ കൃപയായിരിക്കും, അഭിഷേകമായിരിക്കും. അത് പ്രത്യക്ഷത്തിൽ വെളിപ്പെടുത്തത്തക്ക നിലവാരത്തിൽ ജനത്തിന് ഇടയിൽ അത് ദൈവശക്തിയായി വ്യാപരിക്കണം. അതുകൊണ്ടാണ് കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് പറയുന്നത്, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്ന ദോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ അത് ദൈവശക്തിയുമാകും. ഈ ദിവസങ്ങളിൽ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് നമ്മൾ എത്തണം പ്രിയ മക്കളെ. കൃപ വേണം. എന്ത് വേണം? കൃപ വേണം, അഭിഷേകം വേണം. അത് പ്രാപിക്കണം. വാക്കല്ല. സ്തോത്രം. കൃപ കൊണ്ടത് തെളിയിക്കണം.
ആമേശ്വതം ചെയ്യാൻ പറ്റത്തില്ല പ്രിയമക്കളെ. ഇത് തരുന്നത് ഈ ലോകത്തിലൊരു മനുഷ്യനല്ല, പ്രഭുക്കന്മാരല്ല, ഇവിടെയുള്ള ഒരു വ്യക്തിത്വവുമല്ല, സ്വർഗത്തിലെ ദൈവമാണ്. അപ്പനുമായിട്ട് ബന്ധമുണ്ടെന്ന് അവൻ ലോകം തിരിച്ചറിയുന്നത് നിന്നിൽ വ്യാപരിക്കുന്ന ദൈവകൃപയാണ് എന്ന് ആത്മാവ് ഞാൻ വെളിപ്പെടുത്തുകയാണ്. അത് പ്രാപിച്ചെടുക്കുവാൻ തക്ക വിധം ഇന്ന് രാത്രികാലം നമുക്ക് ഒരുമിച്ച് ഒരുങ്ങാം. ആമേൻ. അതുകൊണ്ട് പൗലോസ് മരണത്തെ പോലും എന്ത് ചെയ്യുന്നുണ്ട്? വെല്ലുവിളിക്കുന്നുണ്ട്. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ? അവൻ ആ വിഷയത്തെ ജയിക്കുകയാ. അവൻ ആ വിഷയത്തെ ജയിക്കുകയാ. ഇപ്പോഴുള്ളതിനോ ഇനി വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റു യാതൊരു സൃഷ്ടിക്കും ക്രിസ്തുവേശുള്ള സ്നേഹത്തിൽ നിന്ന് തന്നെ വേർപിരിപ്പാൻ കഴിയുകയില്ല. ജീവിക്കുകയാ പ്രിയമക്കളെ. ഇന്ന് ജീവിതം കുറവാണ്. നമ്മൾ അതിലേക്ക് വരണം. നമ്മുടെ അടുത്ത തലമുറകൾക്ക് ഇതൊരു മാതൃകയായി തീരണം. അപ്പന്റെ ഇഷ്ടപ്രകാരം ജീവിപ്പാൻ തക്ക വിധം ആത്മാവിൽ നമ്മൾ ഒരുക്കപ്പെടണമെന്ന് പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോസ്തലന്മാർ അങ്ങനെ ജീവിച്ച് കാണിച്ചവരാ. അതുകൊണ്ട് മരണം അവർക്കൊരു വിഷയമല്ലായിരുന്നു. അവർക്കൊരു നിത്യത ലഭിക്കുമെന്നുള്ളൊരു ഉറപ്പ് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. വല്ലതും ചെയ്തിട്ട് ഞങ്ങൾ ഇന്നത് ചെയ്തെന്ന് പറയുന്നവരല്ല, ഞങ്ങൾ അപ്രയോജന ഭൃത്യന്മാരത്രേ, ചെയ്യേണ്ടതേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന് അധിക മഹത്വം കൊടുത്ത് കടന്നുപോയ ചിലരെയൊക്കെയും വിശുദ്ധ വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് നമുക്ക് മുമ്പാകെ പരിചയപ്പെടുത്തുകയാണ് ഇന്ന് രാത്രിയില. ഇവിടെ അടുത്ത വാക്യം ഒന്ന് വായിച്ചേ. ഹേ അന്യനെ ഉപദേശിക്കുന്നവനെ, ഹേ അന്യനെ ഉപദേശിക്കുന്നവനെ, നീ നിന്നെ തന്നെ ഉപദേശിക്കാത്തത് എന്ത്? മോഷ്ടിക്കരുത് എന്ന് പ്രസംഗിക്കുന്ന നീ മോഷ്ടിക്കുന്നുവോ? വ്യഭിചാരം ചെയ്യരുത് എന്ന് പറയുന്ന നീ വ്യഭിചാരം ചെയ്യുന്നുവോ? വിഗ്രഹങ്ങളെ വെറുക്കുന്ന നീ ക്ഷേത്രം കവർച്ച ചെയ്യുന്നുവോ? ന്യായപ്രമാണത്തിൽ പ്രശംസിക്കുന്ന നീ ന്യായപ്രമാണ ലംഘനത്താൽ ദൈവത്തെ അപമാനിക്കുന്നുവോ? ഓ സ്തോത്രം. ഈ ഇവിടെ നിന്ന് പ്രസംഗിച്ചിട്ടേ ഇന്ന് പ്രസംഗിച്ചിട്ട് 10 ദിവസം കഴിയുമ്പോഴത്തേക്കും അത് കുഴപ്പമൊന്നുമില്ല. ഇന്നത് കർശനമായ നിയമമാണ്, ദൈവത്തിന്റെ വചനപ്രകാരം ജീവിക്കണമെന്നൊക്കെ പഠിപ്പിച്ചിട്ട് അടുത്ത ദിവസം ഇതുപോലത്തെ ഒരു തെറ്റ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിക്കഴിയുമ്പോൾ ആ തെറ്റ് ചെയ്തിട്ട് അതങ്ങനെ അന്ന് പ്രസംഗിച്ചതാണല്ലോ, ഇപ്പൊ കുഴപ്പമില്ലെന്ന് പറയുന്നുണ്ടെങ്കിൽ പ്രൈസലോ നീ എവിടെയോ പോയി. പ്രൈസലോ. ഇവിടെ പറയുന്നത് ന്യായപ്രമാണം നീ അങ്ങനെ പ്രസംഗിച്ച് പഠിപ്പിച്ചവനാ, നീ അതിനകത്ത് ലംഘനത്തിൽ അകപ്പെട്ടവനായാലോ? വ്യവസ്ഥയുണ്ടോ? ഒരു വ്യവസ്ഥയുമില്ല. വചനം പറയുന്നു, നിങ്ങൾ നിമിത്തം എന്റെ നാമം ഇടപെടാതെ എന്ത് ചെയ്യുന്നു? ദൂഷിക്കപ്പെടുന്നു. കഴിഞ്ഞ ദിവസം തെറ്റെന്ന് പറഞ്ഞതാന്നേ, ഇപ്പൊ പറഞ്ഞത് തെറ്റല്ലെന്നേ. ആമേൻ. കഴിഞ്ഞ ദിവസം അത് തെറ്റെന്നും കുറ്റമെന്നും പറഞ്ഞത് ഇപ്പൊ തെറ്റല്ലെന്നും കുറ്റമല്ലെന്നും പറയുന്നുണ്ടെങ്കിൽ, ഹേ അന്യനെ ഉപദേശിക്കുന്നവനെ, നീ നിന്നെ തന്നെ ഉപദേശിക്കാത്തതെന്ത് എന്ന് വിശുദ്ധ വേദപുസ്തകം ചോദിക്കുകയാ. ആമേൻ. ഞാൻ എൻ്റെ ഭാഗത്തിൽ നിന്ന് ഒന്ന് തിരികെ 2 ഭാഗങ്ങൾ അവിടെ വെച്ചിട്ടുണ്ട് നമ്മൾ. അപ്പോ ഇവിടെ ഏലീശ ചിന്തിക്കുന്നത് ആമേശ്വരം ഈ 3 സ്ഥലങ്ങളെല്ലാം വിട്ട് മറ്റുള്ളവരെക്കാൾ അധികം ചിലവിട്ട് യജമാന്റെ അടുക്കൽ കടന്നു എന്ന് യജമാനോട് ഇത് ചോദിക്കുമ്പോൾ സിമ്പിളായിട്ട് നീ ഇത്രയും കാര്യം ചെയ്തതല്ലേ, ആമേ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന് പറഞ്ഞുകൊണ്ട് അത് കൊടുക്കുമെന്നാണ് ചിന്തിച്ചത്. അവനോട് പറയുന്നത്, ആമേ സ്തോത്രം, നീ എന്നെ ചുഴലിക്കാറ്റിൽ എടുക്കുന്നത് ആമേ നോക്കി കണ്ടാൽ നിനക്കത് തുറന്ന് പറയുകയാ ഏലിയാവ്, അല്ലെങ്കിൽ ഉണ്ടാകത്തില്ലെന്നേ. അല്ലെങ്കിൽ അത് ഉണ്ടാകത്തില്ല. ഈ വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിലേക്ക് വരുമ്പോ ആമേശ്വരം ഈ സ്നാനക്കുളത്തിൽ നിന്ന് കയറിപ്പോകുമ്പോ ദൈവഭൃത്യന്മാർ തലയിൽ കൈവച്ച് ഒരാലോചന കൂടി പറഞ്ഞിട്ടാണ് അവരെ കയറ്റുന്നത്. ആ ആലോചന എങ്ങനെയാണ്? മരണപര്യന്തം. ആ മരണപര്യന്തം വിശ്വസ്തനായിരുന്നാൽ ജീവകിരീടം. ഒന്ന് വായിച്ചേ വാക്യം, 10-ാം വാക്യം ഒന്ന് വായിച്ചേ. നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട, നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങളിൽ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും, മരണപര്യന്തം വിശ്വസ്തനായിരിക്കാം, എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. കഷ്ടവും ബുദ്ധിമുട്ടും പ്രയാസം എല്ലാം ഉണ്ടാവും. ഇതെല്ലാം നീ സഹിക്കണം, നിന്റെ ഉത്തരവാദിത്തമാ. മരണപര്യന്തം ആമേശ്വതം ഈ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപിടിപ്പെടുന്നത് വരെയും വിശ്വസ്തനായിരിക്കണം.
ഞാൻ തല്ലുകൊണ്ട്, ഞാൻ ജയിലിൽ കിടന്നു, ഞാൻ അത് ചെയ്ത് ഇത് ചെയ്ത് എന്നൊക്കെ പറയാൻ ഒത്തിരി ഉണ്ടാകും. പക്ഷേ ഇതിന്റെ പീരീഡ് എന്ന് പറയുന്നത് നിന്റെ ജീവിത അവസാനമാ, അല്ലെങ്കിൽ കർത്താവിന്റെ വരവ. അതുവരെയും നീ എന്ത് ചെയ്തോളണം? വിശ്വസ്തനായിരുന്നാൽ എന്ത് തരും? ജീവകിരീടം ഞാൻ നിനക്ക് തരും. ഞാൻ നിനക്ക് തരും. പ്രാപിക്കുമെന്നല്ല പറയുന്നത്, ഞാൻ നിനക്ക് തരും. ആമേൻ. മരണപര്യന്തം വിശ്വസ്തനായിരുന്നില്ലെങ്കിലോ തരത്തില്ല. ആമേൻ, സ്തോത്രം. മരണപര്യന്തം വിശ്വസ്തനായിരുന്നാൽ ജീവകിരീടം ഞാൻ നിനക്ക് തരും, അല്ലെങ്കിൽ തരത്തില്ല. 91 സങ്കീർത്തനത്തിന്റെ 14 വാക്യം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അവൻ എന്നോട് പറ്റിയിരിക്കുകയാൽ ഞാൻ അവനെ വിടുവിക്കും, അവൻ എന്റെ നാമത്തെ അറിയുകയാൽ. ഇതെല്ലാം ഇൻക്ലൂഡാ പ്രിയമക്കളെ, അല്ലെങ്കിൽ അത് പ്രതീക്ഷിക്കരുത്. ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് ആധികാരികമായി നമ്മളോട് ഇടപെടുകയാ. ആമേൻ. വല്ലതും ദൈവസ്ഥലിൽ ചിലവിട്ടതിന് ശേഷം ചിലവിടാത്തവരെ നോക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ഉള്ളത്തിൽ അങ്ങനെ ഒരു ചിന്ത നമ്മുടെ അകത്തളത്തിൽ കയറരുത്. ഞാൻ കർത്താവിന് വേണ്ടി ഇന്നത് ചെയ്യുന്നു, ഇന്നത് പ്രവർത്തിക്കുന്നു, ഇന്നത് പോകുന്നു, ചെയ്യുന്നു. ഇതെല്ലാം ചിന്ത നമ്മളെ ഭരിക്കുമ്പോൾ നമ്മുടെ അകത്തളത്തിൽ ആമേശ്വരം ജഡം ഇങ്ങനെ ഉണരും. മറ്റവരൊന്നും ചെയ്യുന്നില്ല, മറ്റവര് എൻ്റെ പോലെ പ്രവർത്തിക്കുന്നില്ല, മറ്റവര് എൻ്റെ പോലെ പ്രസംഗിക്കുന്നില്ല, ഞാൻ അനേക സ്ഥലങ്ങളിൽ കടന്നുപോയി പ്രസംഗിക്കുന്നു, ആമേശ്വരം അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു. ഒന്നുമില്ല. ആമേ, നീ പ്രസംഗിക്കുകയും ചെയ്യണം, നീ ജീവിക്കുകയും ചെയ്യണം. ആമേ, നമ്മൾ പ്രസംഗിക്കുകയും ചെയ്യണം, ജീവിക്കുകയും ചെയ്യണം. ആമേ, സ്വന്തം വിശുദ്ധി നീ പ്രസംഗിക്കുമ്പോൾ വിശുദ്ധി നിന്റെ ജീവിതത്തിൽ ഉണ്ടാകണം. വേർപാട് നീ പ്രസംഗിക്കുമ്പോൾ വേർപാട് നിന്റെ ജീവിതത്തിൽ ഉണ്ടാകണം. ഹല്ലേലൂയ. അതല്ല എങ്കിൽ ആമേ, സ്വതം അത് നിനക്കുണ്ടാകുകയില്ല. സ്വർഗത്തിലെ ദൈവം നമ്മളോട് പറയുന്ന വാഗ്ദത്തമാ. പോകാം നമുക്ക്. ആമേ, 2 രാജാക്കന്മാരുടെ പുസ്തകം, ആമേൻ, 2-ാം അധ്യായം 10-ാം വാക്യം. അതിന് അവൻ, നീ പ്രയാസമുള്ള കാര്യമാകുന്നു ചോദിച്ചത്. കാര്യമൊക്കെ പ്രയാസമുള്ളതാ, പ്രയാസമുള്ള കാര്യമാണ് നീ ചോദിക്കുന്നത്. കാരണം നീ ഈ അവസ്ഥകൾ കണ്ടു കഴിഞ്ഞാല് അത് ഞാൻ തരും. ആമേൻ. പക്ഷേ ഒരു വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥ ഒന്ന് വായിച്ചേ. ഞാൻ നിങ്ങളിൽ നിന്ന് എടുത്തുകൊള്ളപ്പെടുമ്പോൾ നീ എന്നെ കാണുന്നുവെങ്കിൽ നിനക്ക് അങ്ങനെ ഉണ്ടാകും, അല്ലെന്ന് വരികിൽ ഉണ്ടാകില്ല എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അല്ലെന്ന് വരികിൽ ഉണ്ടാകത്തില്ല. അപ്പൊ ഇവിടം വരെ കടന്നു വന്നത് വെറുതെ ആയല്ലോ. 50 പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ അവിടെ നിന്നാ പോരായിരുന്നില്ലേ? കൂടെ പോകുന്നത് കൊണ്ടൊരു ഗുണം പ്രാപിക്കാൻ കഴിയുമെന്ന് കരുതിക്കൊണ്ടാ വന്നത്. ഇവിടെ വന്നപ്പോൾ ഇങ്ങനൊരു വ്യവസ്ഥ, അത് ആദ്യമേ പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യത്തില്ല, വരത്തില്ലായിരുന്നു, അല്ലേ? അമ്മേ, ഈ സ്നാനപ്പെട്ട് ദൈവസനിലേക്ക് കടന്നു വരുമ്പോഴത്തേക്കും നമ്മളോട് ഈ പുസ്തകത്തിലുള്ള എല്ലാ കാര്യങ്ങളും വ്യക്തിപരമായിട്ടൊന്ന് തിരിച്ച് തന്ന് പറഞ്ഞുറപ്പിച്ചായിരുന്നെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യത്തില്ലായിരുന്നു, സ്നാനപ്പെടുത്തില്ലായിരുന്നു, ഇല്ലേ? സ്മോളടിക്കരുത്, സിഗരറ്റ് വലിക്കരുത്, നുണ പറയരുത്, തിന്മ ചെയ്യരുത്, ആഘോഷങ്ങൾ, അതായത് ആചാരപരമായിട്ടുള്ള ആഘോഷങ്ങൾ അത് ചെയ്യരുത്, പെരുന്നാളുകൾ, വാവുകൾ, ശബത്തുകൾ, 7 ആണ്ട്, 6 മാസം, 30, 40, 56, 28 ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്താണെന്ന് വെച്ചെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യത്തില്ലായിരുന്നു. അയ്യോ, ഇതിലേക്ക് വന്നതിന് ശേഷമാണ് നിയമങ്ങൾ, വ്യവസ്ഥകൾ പലതും ജീവിതത്തിൽ ഇങ്ങനെ വരാൻ തുടങ്ങിയത്. ആമേ, ഇത് നീ ആചരിച്ചാൽ, ആമേ, എലീശ യോർദാൻ കടക്കുന്നത് വരെയും ഇങ്ങനത്തെ ഒരു വ്യവസ്ഥയില്ലായിരുന്നു. യോർദാൻ കടന്നപ്പോ വ്യവസ്ഥ വന്നു, ഇങ്ങനെ ചെയ്താൽ അത് നിനക്ക് ഉണ്ടാകും, അതല്ലെങ്കിൽ ഉണ്ടാകുകയില്ല. അങ്ങനെ ഒരുപാട് വ്യവസ്ഥകൾക്ക് അധീനരാ പ്രിയ മക്കളെ നമ്മൾ. അങ്ങനെ ചെയ്യുകയും മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. നീ ഉപദേശിക്കുകയും നീ അങ്ങനെ ജീവിക്കുകയും ചെയ്യണം. അപ്പോഴാണ് ദൈവപ്രവൃത്തി അവിടെ വെളിപ്പെടുന്നത്. എൻ്റെ സമയം തീർന്നു. ആമേൻ, സ്തോത്രം. ഇവിടെ ഏലിയാവ് പറയുന്നത്, നിന്റെ നാമനിമിത്തം ഞാൻ ഒരുപാട് എന്തിരിക്കുന്നു, ശുഷ്കാന്തിച്ചിരിക്കുന്നു, നിനക്ക് വേണ്ടി ഞാൻ അധികം പ്രവർത്തിച്ചിരിക്കുന്നു. ആമേൻ, സ്തോത്രം. ഇസ്രായേല് നിന്റെ ന്യായപ്രമാണം മുഴുവനും ഉപേക്ഷിച്ചു. അമേശ്വത പലരെയും അവർ വാളുകൊണ്ട് കൊന്നു, ഞാൻ ഒരുത്തൻ മാത്രം എന്തിരിക്കുന്നു, ശേഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അമേശ്വതൻ 2 രാജാക്കന്മാരെയും പകരം, നിനക്ക് പകരമായിട്ടൊരു പ്രവാചകനെയും നീ അഭിഷേകം ചെയ്യുകയും 7000 പേരെ ഞാൻ മറ്റൊരു ഭാഗത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, വേറെ ശേഷിപ്പിച്ചിട്ടുണ്ട് എന്നൊരു ഉറപ്പാണ് ഏലിയാവിന് കൊടുത്തത്. പിന്നത്തേത് താൻ വേണ്ടിയിട്ടില്ല.
പിന്നത്തേതിൽ ദൈവത്തോടൊന്നും പ്രതികരിച്ചിട്ടില്ല. താൻ ഒരുത്തൻ എന്നുള്ള ചിന്തകളൊക്കെ അങ്ങ് മാറി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒത്തിരി ആളുകളെ ദൈവത്തിന് എഴുന്നേൽപ്പിക്കാൻ കഴിയും. നമ്മൾ സ്വതക്രമം വിട്ട് സഞ്ചരിച്ചെന്നാൽ കല്ലുകളിൽ നിന്നും ദൈവം എന്ത് ചെയ്യും? മനുഷ്യരെ എഴുന്നേൽപ്പിക്കും. അപ്പൊ നമ്മൾ ദൈവത്തിന് കൊടുക്കുന്ന ഒരു ഔദാര്യം ഒന്നുമല്ല പ്രിയ മക്കളെ. നമ്മൾ ഈ ഭൂമിയിൽ വില കൊടുത്ത് ജീവിച്ചാൽ വിലയേറിയൊരു സ്ഥലത്ത് എത്തിക്കും. നമ്മളിവിടെ വില കൊടുത്തില്ലെങ്കിൽ അർഹരായ മറ്റു ചിലരെ ദൈവം എഴുന്നേൽപ്പിക്കും. സ്തോത്രം. ഇത് ദൈവത്തിന്റെ ഒരു പ്ലാനാണ്, പദ്ധതിയാണ്. അതുപോലെ ജീവിപ്പന്തക്ക വിധം ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് വായിച്ച വാക്യത്തിലേക്ക് മടങ്ങാം. 19-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം. 1 രാജാക്കന്മാർ. എന്നാൽ ബാലിന് മടങ്ങാത്ത മുഴങ്കാലും അവനെ ചുംബനം ചെയ്യാത്ത വായുമുള്ളവരായി ആകെ 7000 പേരെ ഞാൻ ഇസ്രായേലിന് ശേഷിപ്പിച്ചിരിക്കുന്നു എന്ന് അവനൊരു മറുപടി കൊടുത്തു. ആമേൻ. കണ്ണുകളടക്കാം, പ്രാർത്ഥിക്കാം. ഒരുപക്ഷെ നമ്മുടെ പ്രാർത്ഥനാ മുറിക്കകത്ത് ആരെങ്കിലും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ ശബ്ദം ഇന്ന് ദൂരത്തിരുന്നൊക്കെ ശ്രവിക്കുന്ന ആരുടെയെങ്കിലും ഹൃദയത്തിനകത്തളത്തിൽ ആമേൻ കർത്താവിന് വേണ്ടി ഒന്നും പ്രവർത്തിക്കാത്തവരെ നോക്കിക്കൊണ്ട് നീ എന്തെങ്കിലും പ്രവർത്തിക്കുന്നു എന്നൊരു ചിന്ത നിന്റെ ഹൃദയത്തിൽ പൊങ്ങി വരുന്നുണ്ടെങ്കിൽ അതിന്റെ ആമേശത കിളിർപ്പ് എന്നൊന്ന് ഒടിച്ചു കളയുവാൻ പരിശുദ്ധാത്മാവ് ബുദ്ധിപദേശിക്കുകയാണ്. നമ്മളൊന്നുമല്ല പ്രിയ മക്കളെ, നമ്മളൊന്നുമല്ല. ഞങ്ങൾ ഇന്ന് ഉപദേശിക്കുന്നവരാ. ഉപദേശിച്ചാൽ ഞങ്ങളുടെ ദൗത്യം തീരുന്നില്ല. ഉപദേശിക്കുന്നുണ്ടെങ്കിൽ അതുപോലെ ജീവിക്കണം. ജീവിക്കാൻ ഒരുപാട് പാടാ, ഉപദേശിക്കാൻ വളരെ എളുപ്പമാണ്. അന്ന് പറയാൻ വളരെ സിമ്പിളാ, ജീവിക്കാൻ വളരെ പ്രതികൂലമാണ്. ഇന്ന് രാത്രികാലം ജീവിക്കാൻ തക്ക വിധം നമുക്ക് ഒരുക്കപ്പെടാം. ഹല്ലേലൂയ. ഒരു ശക്തിക്കും നിന്നെ ജയിക്കാൻ പറ്റത്തില്ല. നീ ഒരുത്തിന്റെ മുമ്പിലും തല കുനിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. ബാലിന് മടങ്ങാത്ത മുഴങ്കാലുള്ള, അവനെ ചുംബനം ചെയ്യാത്ത 7000 പേരെ ഏലിയാവെ ഞാൻ വേറെ ശേഷിപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം പിന്നത്തേതിൽ ഏലിയാവ് പ്രതികരിച്ചില്ല. അവന്റെ ശബ്ദം താഴ്ത്തി. പരിശുദ്ധ പിതാവേ, കേൾപ്പിച്ച തിരുവെഴുത്തുകൾക്ക് മുമ്പാകെ ഞങ്ങളെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഞങ്ങൾ നിൽക്കുന്നത് ദൈവത്തിന്റെ കൃപ കൊണ്ട്. ആമേൻ. സ്തോത്രം. എന്തെങ്കിലും ഹൃദയത്തിനകത്തളത്തിൽ ഞാനെന്നൊരു ചിന്ത കയറിയാൽ ആ സെക്കൻഡിൽ അവനെ നുള്ളിയെടുത്തു മാറ്റി പകരം മറ്റു പലതിനെയും കയറ്റുവാൻ ദൈവത്തിന് കഴിയുമെന്ന് ഞങ്ങൾ 100% വിശ്വസിക്കുന്നു കർത്താവേ. ആകയാൽ വിശുദ്ധിയിലും വേർപാടിലും ജീവിച്ച് നല്ല മക്കളായി ജീവിതം നയിച്ച് അനേകരെ തീയിൽ നിന്നും വെള്ളത്തിൽ നിന്നും വലിച്ചെടുപ്പാൻ ദൈവത്തിന്റെ കൃപ പകരണം. മഹത്വം ദൈവം എടുക്കണം. യേശുക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കണം സ്വർഗീയ നല്ല